ഹായ് ഗൈസ്, എന്തെല്ലാണ്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവും ഞാൻ ഈ രാത്രി വണ്ടിയിൽ ലൈറ്റ് ഇട്ട് എങ്ങോട്ടാണ് പോകണത്. ഇന്നൊരു നൈറ്റ് ഡ്രൈവാണ്. ഓക്കെ, സോ നമ്മൾ പോണത് ജബൽ ജയ്സിലേക്കാണ്. നമ്മൾ പറഞ്ഞാൽ ഞാൻ ഒറ്റക്കുള്ളൂ വണ്ടിയിൽ, പിന്നെ എൻ്റെ ഒപ്പം നിങ്ങൾ. സോ നമ്മൾ പോണത് ജബൽ ജയ്സിലേക്കാണ്. ജബൽ ജയ്സ് ആദ്യമായിട്ടല്ല, കുറേ വട്ടം മുകളിൽ അടുത്ത് കുറച്ചായിട്ട് ഞാനിങ്ങനെ രാത്രി പോകാറുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് പോകാൻ കാരണം ഇവിടെ ഇപ്പോൾ നാഷണൽ ഡേ ഉണ്ട്, ഹോളിഡേ ആണ്. അപ്പോൾ നല്ല തണുപ്പും തുടങ്ങിയ ടൈമാണ്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ ഇന്നിപ്പോൾ രാത്രി കാണിക്കുന്നത് 8 ഡിഗ്രി പ്രെഡിക്റ്റ് ചെയ്യുന്നവർ. സോ നാളെ രാവിലേക്ക് ഒരു 6 ഡിഗ്രി വരെ എത്തുമെന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ അറിയില്ല എത്രത്തോളമാണ്. അപ്പോൾ പോവാണ് അങ്ങോട്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് അങ്ങോട്ട്. ഇപ്പോൾ സമയം 1:30 ഇവിടുത്തെ, രാത്രി 1:30. ഇതിൽ തന്നെ അത്യാവശ്യം നല്ല റഷ് ഉണ്ട്, ടു ആൻഡ് ഫ്രോ റഷ് ഉണ്ട്. കാരണം തിരിച്ചിങ്ങോട്ട് വണ്ടികളുടെ റഷിന് കാരണം അവിടെ അവർ ക്യാമ്പിങ് ബാൻ ചെയ്തു. കോവിഡിൻ്റെ പ്രശ്നം കൊണ്ട് ഈ വെക്കേഷൻ്റെ ടൈമല്ല, അപ്പോൾ നല്ല റഷ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കോവിഡിൻ്റെ ഇത് വെച്ചിട്ട് അവർ ക്യാമ്പിങ്ങും മറ്റേ കാരവൻ്റെ ഒക്കെ ബാൻ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഫുൾ ഡേ നിൽക്കാൻ പറ്റില്ല. എത്രത്തോളം നിൽക്കാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, എത്രത്തോളം നിൽക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ജബൽ ജയ്സ് എന്ന് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ജബൽ ജയ്സ് UAE-ത്തെ ഏറ്റവും വലിയ മൗണ്ടൻ റേഞ്ചാണ്, ഏറ്റവും വലിയ മൗണ്ടനാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ഡിസംബർ ജനുവരി ടൈമിൽ UAE-ൽ ആകെ സ്നോഫോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ 6 ഡിഗ്രിയാണ്. കുറച്ച് ഈ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേന് മിക്കവാറും 0 - 1 ആവലുണ്ട്. ആ സമയത്ത് നല്ല സ്നോഫോൾ ഉണ്ടാവുന്നുണ്ട് മേലെ. പക്ഷേ ആ സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ടൂറിസ്റ്റുകളുടെ ഫ്ലോ കൂടിയിട്ട് ഇവർ എപ്പോഴും ബ്ലോക്ക് ചെയ്യാറുണ്ട്, മേലേക്ക് വിടാറില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം നേരത്തെ പോയി കാണുകയാണ്. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് നാട്ടിൽ പോവാണ്, നാട്ടിൽ പോവും. അപ്പോൾ പിന്നെ ഈ സ്നോഫോളും കാര്യങ്ങളൊന്നും എന്തായാലും എനിക്ക് കാണാൻ പറ്റില്ല. സ്നോഫോൾ കാണാൻ ഞാൻ പോകുന്നുണ്ട്. അത് നമ്മൾ ഇന്ത്യയിൽ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നടക്കുകയാണെങ്കിൽ അതും ഞാൻ വീഡിയോ എടുത്തിടും. സോ ലെറ്റ്സ് കണ്ടിന്യൂ അവർ ജേണി. ഫുള്ള് റോഡ് പണിയുണ്ട് ഇവിടെ, മൊത്തം കച്ചറയാണ്, ഓഫ് റോഡിങ് ആണ് മൊത്തം. നല്ല നിലാവുള്ള രാത്രി കേട്ടോ. സാധാരണ ഞാൻ വരുമ്പോൾ നിലാവ് ഇല്ലാത്ത ദിവസം നോക്കിയിട്ട് വരില്ല, അമാവാസി നോക്കിയിട്ട് വരല്. കാരണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, ഈ സ്റ്റാറിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരല് സാധാരണ. അപ്പോൾ നല്ല നിലാവുള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ തണുപ്പിൽ കുളിര് കോരാൻ വേണ്ടിയിട്ട് വരില്ലേ, അപ്പോൾ പിന്നെ നിലാവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ സെയിം തന്നെ. ഓക്കെ, ലെറ്റ്സ് സീ എന്താവുന്നു. മേലെ പോയിട്ട് നോക്കാം. മേലെ അവിടെ അവർ വിടുമോ അതോ അവിടെ നിന്ന് അതേപോലെ തിരിച്ചു വിടുമോ ഒന്നും അറിയില്ല. ആരും പോയിട്ടില്ല, ഒറ്റക്കാണ്. പിന്നെ ലെറ്റ്സ് ഡു ഇറ്റ്. രാത്രി ആയതുകൊണ്ട് വലിയ രസമുള്ള സീനൊന്നും കാണാനില്ല. ശരിക്കും ഈ പകൽ ഈ റൂട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ റൂട്ടാണ്. 2 സൈഡും മലകളായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള റൂട്ടാണ്. ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം. രാവിലെ വരികയാണെങ്കിൽ അവിടെ മേലെ പോയിട്ട് എന്താ അവസ്ഥ എന്ന് അറിയില്ലല്ലോ. നമ്മൾ ഇരിക്കാൻ വിടുമോ അതോ അവിടെ നിന്ന് അപ്പം തന്നെ പറഞ്ഞു വിടുമോ അതൊന്നും അറിയില്ല. രാവിലെ വരെ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ സൺറൈസ് കണ്ടിട്ട് നല്ല ഈ റൂട്ട് കൂടെ, അടിപൊളി റൂട്ട് കൂടെ നമുക്ക് തിരിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് സീന്, ഒന്നും കാണില്ല. ഇവിടെ മേലേക്ക് കയറാൻ 2 ട്രാക്കും താഴത്തേക്ക് 1 ട്രാക്കുമാണ്. അതാണ് റോഡ് പണിയുണ്ട്. അതിപ്പോൾ 1 ട്രാക്ക് ക്ലോസ്ഡ് ആണ്. മേലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുമായിരിക്കും. ഇവിടെ മുതൽ ഓപ്പൺ ആണ്. മേലേക്ക് 2 ട്രാക്കും താഴത്തേക്ക് 1 ട്രാക്കുമാണ് റോഡ്.
പകുതി വഴി എത്തിയിട്ടുള്ളൂ. മൂത്രയ്ക്കാൻ മുട്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിയതാണ്. ഇവിടെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, മൂത്രയ്ക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനിയും കുറച്ചും കൂടി പോകാണ്ട് ടോപ്പിൽ പോയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം നമ്മുടെ ഡ്രൈവ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ടെൻഷനുള്ളത് പെട്രോൾ ഏകദേശം കഴിയാനായിരിക്കുന്നു. ഇന്ന് ഒരു ലോഡ് താഴത്തേക്ക് ഇറങ്ങി പോകാണ്ട് എന്ത് ചെയ്യുക. എന്തായാലും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ, ക്യാമ്പും ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ ടെൻറ്റും കാണാനുണ്ട്. പോണ വഴിക്ക് മൊത്തം ടെൻറ്റ് കാണാനുണ്ട്. ഇനി മേലെ എങ്ങനെയാണെന്ന് അറിയില്ല. ടെൻറ്റ് ഇടാനുള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഇന്ന് എന്തായാലും ടെൻറ്റ് ഇട്ടിട്ട് സൺറൈസും കണ്ടിട്ട് വരുള്ളൂ ഞാൻ. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. പോവാം, നല്ല വിശക്കുണ്ട്. അപ്പം നമ്മളിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് മേലേക്ക്. ജബൽ ജയ്സ് വന്നവർക്ക് അറിയാം, ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, സൺസെറ്റ് കാണാനുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ ഏരിയക്ക് കടന്നിട്ട് ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ലാസ്റ്റിലേക്ക് എത്തി തുടങ്ങിയിരിക്കണു. നമുക്ക് ഫ്രണ്ടിൽ ലൈറ്റ് ആണല്ലോ മേലെ, അതുവരെ പോവാം. ഇവിടെ എന്താ ഏകദേശം നമ്മുടെ പോവാനുള്ള എൻഡ് എത്തി തുടങ്ങുന്നുണ്ട്. ഇവിടെ ഇതേപോലെ ഇപ്പം കണ്ടില്ലേ, ഈ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നുണ്ടാവും. ഇത് അടുത്ത ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ലൈറ്റൊക്കെ ഇട്ടിട്ട് മൊത്തം ഇതേപോലെ ഓരോ തിരിവിലും ഇങ്ങനെ ഉണ്ടാവും ക്യാമ്പിങ് ഏരിയ. ഇത് മൊത്തം ആൾക്കാർ ക്യാമ്പ് ചെയ്ത് കണ്ട അവിടെ മൊത്തം ടെൻ്റൊക്കെ ഉണ്ട്. ഇതേപോലെ ലാസ്റ്റിൽ പോയിട്ട് നമുക്ക് വണ്ടി ഇടാം, എന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് ക്ലൈമറ്റ് കണ്ടു നോക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ പുറത്തിറങ്ങിയപ്പോൾ അത്ര വലിയ തണുപ്പൊന്നും തോന്നിയൊന്നുമില്ല, നോർമൽ തണുപ്പാണ്. അപ്പോൾ കുറച്ച് നേരം നിന്ന് തണുക്കുമോ എന്നുള്ള കാര്യം അറിയില്ല, നോക്കാം എന്തായാലും. ഈ സമയത്ത് ജബൽ ജയ്സിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഞാൻ, അതുകൊണ്ട് ഐ ഡോണ്ട് നോ ആക്ച്വലി. ഏകദേശം മൊത്തം വണ്ടികളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് ഇട്ടില്ലെങ്കിൽ അവിടെ പോയി തിരിച്ച് വന്നിട്ട് എവിടെയെങ്കിലും സൈഡാക്കേണ്ടി വരും. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ. കണ്ടോ മൊത്തം ആൾക്കാരാണ്, എത്ര ആൾക്കാരാണ് ഇവിടെ. കൊറോണ പിടിച്ചു മിക്കവാറും. അങ്ങനെ മക്കളെ നമ്മൾ ലാസ്റ്റ് എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് യൂട്ടേൺ അടിച്ചിട്ട് കണ്ടോ ലാസ്റ്റ് അവിടെ നമുക്ക് സിറ്റി കാണാം. ആ ഒരു ഏരിയയിൽ ഞാൻ ഇറങ്ങിയിട്ട് എന്തായാലും കാണിച്ചു തരാം. ഗൈസ് ആദ്യമായിട്ട് ക്യാമ്പിങ് അവസാനം ഞാൻ അടിച്ചു, ഒറ്റയ്ക്ക് ടെൻ്റ് അടിച്ചു. ഈ മാനുവൽ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി ഒറ്റയ്ക്ക്, എന്നാലും ഞാൻ തോറ്റു കൊടുത്തില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ക്യാമ്പിങ് ലൈഫ്. സോ ടെൻറ്റിൻ്റെ ബാക്കിയൊക്കെ ഞാൻ പുറത്തത്തെ സീനൊക്കെ ഞാൻ രാവിലെ കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും തീർച്ചയായില്ലേ. സോ ഹാപ്പി. അപ്പോൾ രാവിലെ കാണാം. ഓക്കെ.
അപ്പോൾ ഗൈസ് അതാണ് നമ്മുടെ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ടെൻ്റ് അടിച്ചു. യെസ്, ക്യാമ്പിങ് എക്സ്പീരിയൻസ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റത്തെ, പക്ഷേ ഓക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടോ. ഞാൻ ഇത് ടെൻ്റൊക്കെ മടക്കി വെക്കട്ടെ, ഞാൻ കാറിൽ പോയിരിക്കാം. 64 ഡിഗ്രി ഫാരൻഹീറ്റ്. 64 ഡിഗ്രി ഫാരൻഹീറ്റ് പറഞ്ഞാൽ അത്ര നോക്കണമല്ലോ. അയ്യോ കിടിലം തണുപ്പാട്ടോ പുറത്ത്. ഞാൻ വേഗം ടെൻ്റൊക്കെ മടക്കി വേഗം കാറിൽ കയറിയിരുന്ന് കാലൊക്കെ മരവിച്ചു, 2 കാലും മരവിച്ചു. നടക്കണമെന്ന് അറിയണമെന്നില്ല. കാലിൽ ഹീറ്റർ ഓൺ ആക്കിയിട്ട് ചേട്ടാ, കാലിക്ക് ഹീറ്റർ എടുത്തിട്ട് ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അടിപൊളി സൺറൈസിൻ്റെ ആ ഒരു സീൻ കാണാൻ ഞാൻ കാണിച്ചത്. ഗൈസ് എങ്ങനെയുണ്ട് നമ്മുടെ ജബൽ ജയ്സ് ടോപ്പ് വ്യൂ? അടിപൊളിയല്ലേ? കുറേ പേര് കണ്ടിട്ടുണ്ടാവും, എന്നാലും എൻ്റെ വക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്യാമ്പിങ് വീഡിയോ. അപ്പോൾ പിന്നെ പോണ വഴിയും കൂടി കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. അവിടെ അറ്റത്തേക്ക് പോയപ്പോൾ ഭയങ്കര റഷ്, പിന്നെ വേഗം പോന്നു. കാരണം അധികം നിന്ന് കളിക്കണ്ട വെച്ചിട്ട് അതാണ് പിന്നെ മാസ്ക് ഒന്നും വീഴാതെ വേഗം പോകുന്നത്. ബി എ റെസ്പോൺസിബിൾ ട്രാവലർ. യെസ്, ബി എ റെസ്പോൺസിബിൾ ട്രാവലർ. അപ്പോൾ ഞാനങ്ങനെ ഇറങ്ങി തുടങ്ങി, എന്നിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ പോണ വഴിയൊക്കെ കാണിച്ചു തന്നിട്ട് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ബാക്കിയെല്ലാം ചെയ്യണം. ഓക്കെ, അപ്പോൾ പോണ വഴി കാണാം. ഗ്ലാസ്സിലൊക്കെ മൊത്തം ചളിയാണ്, എന്നോട് ക്ഷമിക്കണം. കാരണം ഞാൻ അബുദാബിയിൽ നിന്ന് വന്നിട്ട് പിന്നെ ക്ലീൻ ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. ആൾക്കാരൊക്കെ എവിടെയൊക്കെ മണ്ടക്ക് കയറിയിട്ടായിരിക്കുന്നത്. ഇപ്പോഴാണ് സൂര്യൻ കറക്റ്റായിട്ട് ഇങ്ങോട്ട് സൺറൈസ് ആയത്. നല്ല അടിപൊളി വെയിൽ വരുന്നുണ്ട് സൈഡിൽ. ജബൽ ജയ്സത്തെ അടിപൊളി വ്യൂവും ഡെക്കുള്ള ഒരു സ്ഥലമാണിത്. കണ്ടോ, ഇവിടെ ഒരു 5 dirhams എന്തോന്ന് എൻട്രി ഫീ ഉണ്ട്. അത് കൊടുത്ത് കയറി കഴിഞ്ഞാൽ സൺസെറ്റിൻ്റെ ടൈമിൽ അടിപൊളി കേട്ടോ. അടിപൊളി സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വ്യൂവും ഡെക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ ബൈനോക്കുലറൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ സൺറൈസിൻ്റെ ടൈമിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും ഇവിടെയും നിറച്ച ആൾക്കാരുണ്ട്. എന്തായാലും ഇറങ്ങാം. എന്തായാലും യു എയിലുള്ളവർ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ജബൽ ജയ്സ്. എൻ്റെ കൂടെയുള്ള കുറേ പേര് ഞാൻ വിളിച്ച് കൊണ്ടുവരാന്നല്ലാതെ അവരായിട്ട് വന്ന് കണ്ടിട്ടില്ല. അടിപൊളി
ഇതൊരു ബ്യൂട്ടിഫുൾ ഡ്രൈവ് അല്ലേ. ഒരു ചുമ പിടിച്ചിട്ടുണ്ട്, പിന്നെ കൊറോണ അല്ല, ഞാൻ 2 ടെസ്റ്റ് എടുത്താണ് ഓൾറെഡി. കൊറോണ അല്ല കേട്ടോ. അപ്പോൾ ഗൈസ്, ഡ്രൈവിംഗ് ഉണ്ട്, അടിപൊളി സ്ഥലമല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും വേണം. പിന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ കൂടി അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ വരും. സോ അടുത്ത വീഡിയോ കാണാം.